إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തോടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ ആജ്ഞകളും കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് അവസാനം ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മഹത്തായ ബക്രീദ് വലിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. ഒലഹിയത്തൊക്കെ അറുത്തു, പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. മദ്രസകളും വിദ്യാലയങ്ങളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് രക്ഷിതാക്കളൊക്കെ പഴയതുപോലെയല്ല, വിദ്യാർത്ഥികളെ മക്കളെ നന്നായി പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് അത്തരത്തിൽ പഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി ഏത് വീട്ടിൽ ചെന്നാലും നല്ല നല്ല കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം ഏത് രാജ്യവും തങ്ങളുടെ രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ആരോഗ്യം, രണ്ട് വിദ്യാഭ്യാസം. ഈ ആരോഗ്യമുള്ള ജനത, വിദ്യാഭ്യാസമുള്ള ജനത ഒരു സമൂഹത്തിൻ്റെ രക്ഷയും വിജയവും അതിലാണ്. ഒരു രാജ്യത്തിൻ്റെ തന്നെ വിജയവും രക്ഷയും അതുകൊണ്ടാണ്. അതുകൊണ്ട്
ആ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം മതം നൽകുന്ന പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ്. ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, വിജ്ഞാനം ഉണ്ടാവണമെങ്കിൽ പഠിക്കണം കേട്ടോ. പഠിച്ചാൽ മാത്രമേ വിജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്താണെന്ന്. ആദ്യത്തെ വഹിയെ AD 610 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള ഹിറാ ഗുഹയിൽ, അങ്ങ് അകലെയുള്ള ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ പോയി ധ്യാനിച്ചിരിക്കുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരുന്നത്? ഞാൻ ജനിച്ചു വളർന്ന ആ സമൂഹത്തിൽ എന്തെല്ലാം വേണ്ടാവൃത്തികളുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനകൾ, മദ്യപാനികൾ, വ്യഭിചാരികൾ, കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്നവർ, തട്ടിപ്പറിക്കുക, എന്തെല്ലാം വേണ്ടാവൃത്തികളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഈറ്റില്ലമായിരുന്നു എന്ന് തന്നെ പറയാം മക്ക. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് വളർന്നത്. പ്രവാചകനാവുന്നതിന് മുമ്പും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലും സഹകരിക്കുകയോ പങ്കുകൊള്ളുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ മദ്യപാനികളും വ്യഭിചാരികളൊക്കെ ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ആദ്യമായി നൽകുന്ന വഹി, അത് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചേക്കാം. വളരെ പ്രധാന അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വഹി വന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ 360 വിഗ്രഹങ്ങൾ മദീ മക്ക കഅബയുടെ ചുറ്റുഭാഗം. അൽ യൗമു ഹംറുൻ അൽ ഒദു അംറുൻ. മക്കയിലുള്ള മുശ്രിക്കുകൾ, സാഹിത്യകാരന്മാരായ കവികളൊക്കെ മുദ്രാവാക്യം അതായിരുന്നു. അൽ യൗമ ഹംറുൻ, ഇന്ന് ഹംറ്, ഇന്ന് കള്ള്, നാളെ കാര്യം. അതായത് ആ മദ്യമൊന്നും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടി അവർക്കുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകിയത്. ആദ്യത്തെ വഹി എന്താണ്? ഇഖ്റ. വേറെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. ഇഖ്റ, വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. നമ്മളൊക്കെ വായിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വായിക്കും, അക്ഷരജ്ഞാനമുള്ളവർക്കാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരക്ഷര കുച്ചിയായിരുന്നു, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അക്ഷരജ്ഞാനമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരാളോട് വായിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ചിലപ്പോൾ വായിക്കാൻ പറഞ്ഞാൽ അറിയുന്നവരൊക്കെ ചിലപ്പോൾ എങ്ങനെയൊക്കെ വായിക്കും, തപ്പിത്തടഞ്ഞിട്ടൊക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവീയ കാര്യം എനിക്ക് വായനൊന്നും അറിയില്ലല്ലോ, ഞാൻ എവിടെയും പോയിട്ടില്ല. 2-3 തവണ അത് ആവർത്തിച്ചു. അതോട്ടെ ചരിത്രത്തിൻ്റെ ചുരുക്കുകയാണ്. 2-3 തവണ ആവർത്തിച്ചു, പ്രവാചകൻ വായിച്ചു. ഇതന്നെ വായിച്ചത്. വായിക്കാൻ പറഞ്ഞ തന്നെ ഖുർആൻ തന്നെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അലക്ക്, പിണ്ടത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങളുടെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച റബ്ബിൻ്റെ നാമത്തിൽ. ആ റബ്ബ് അക്രമി, ഏറ്റവും ഉദാര്യവാനാണ്, ബഹുമാന്യവനാണ്. ആ റബ്ബ് പേന കൊണ്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ പേന അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്, കലം. ഈ കലമ് അതിന് ശേഷമാണ് ലഘു സൃഷ്ടിച്ചതെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേന ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചു, അതുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു, എഴുതാനും പഠിപ്പിച്ചു, വായിക്കാനും പഠിപ്പിച്ചു. അപ്പോൾ മനുഷ്യൻ നന്നാവണമെങ്കിൽ ആദ്യം അറിവ് വേണം. അറിവുണ്ടാവണമെങ്കിൽ വായിക്കണം. വായിക്കണമെങ്കിൽ അക്ഷരജ്ഞാനം വേണം. ഇതിൻ്റെ തുടക്കം ഇതാണ് ഇസ്ലാമിൻ്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. പരിശുദ്ധ ഖുർആനിൽ 68-ാമത്തെ അധ്യായം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ വമാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന ഗോതയിലേക്ക് വന്നപ്പോൾ അവിടെ
മുഷ്രിക്കുകളെ എല്ലാ നിലയിലും പരിഹസിച്ചു. അവസാനം പറഞ്ഞു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്താണ് എന്ന്. പ്രവാചകൻ ഭ്രാന്തനല്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ സത്യം ചെയ്ത് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചത് നൂൻ 68-ാമത്തെ ആയത്താട്ടോ അധ്യായം. നൂൻ വൽ ഖലമി, പേന തന്നെയാണ് സത്യം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, ആ പേന കൊണ്ട് എഴുതുന്നത് തന്നെയാണ് സത്യം. വമാ അന്ത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകരെ അങ്ങ് എന്തല്ല, ഒരിക്കലും ഭ്രാന്തനല്ല. അപ്പം അത് പറയുവാനും സത്യം ചെയ്തത് പേനയും പേന കൊണ്ട് എഴുതുന്നതുമാണ് കേട്ടോ. അങ്ങനെ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ എന്ത് പറയുന്നുണ്ട്, പേനയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചു, ഇഖ്റ ബിസ്മി 96-ാമത്തെ അധ്യായത്തിലെ ഫസ്റ്റ് തുടങ്ങി ആദ്യം മുതൽ തുടങ്ങുന്ന ആയത്തുകൾ. പിന്നെ രണ്ടാമത്തേത് ആലി ഇമ്രാനിൽ സൂറത്തിലും പേനയുടെ ഒരു പ്രയോഗമുണ്ട്. മറിയം ബീവിയുടെ മാതാവ് ഇന്നി നദർത്തുൽ റഹ്മാൻ, എൻ്റെ വയറ്റിൽ വളർന്നത് കുട്ടിയെ പള്ളി പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ച ചെയ്യുന്നു. പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. പുരുഷനെ പോലെ പുരുഷനെ പോലെ അല്ലല്ലോ സ്ത്രീകളും. അങ്ങനെ അപ്പോൾ ഈ കുട്ടിയുടെ സംരക്ഷണം ആര് ഏറ്റെടുക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഭാഗത്ത് പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറയുകയാണ്, വമാ കുന്ത ലദൈഹിം, നബിയെ ഈ തർക്ക വിഷയമുണ്ടായപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആരാണ് മറിയമ്മിനെ സംരക്ഷിക്കണം? ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. വമാ കുന്ത ലദൈഹിം, ഇത് യുൽഖൗന അക്ലാമും, അപ്പോൾ അവിടെ നറുക്കിട്ടെടുക്കാൻ അതിനെ ഉപയോഗിച്ചത് പേനകളായിരുന്നു എന്നാണ്. ആ പേനകളിൽ ഓരോരുത്തർ പേര് എഴുതിയിട്ടാവാം അങ്ങനെ പറയുന്നത്. അക്ലാമും അയ്യും യഖ്ഫിലു മറിയമു, മറിയമ്മിനെ ആരാണ് സംരക്ഷിക്കേണ്ടത്? അതിന് പേനക്കോലുകൾ കൊണ്ടാണ് അതിന് തീർപ്പ് കൽപ്പിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ഇത് പറയും. മൂന്നാമത് പറയുന്നത് സൂറത്ത് 83-ാമത്തെ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 83-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? വമാ അദറാക്കമ ഇല്ലിയൂൻ കിതാബും മർഖൂം, ഇവിടെയും പേനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് ലുഖ്മാൻ സൂറത്തിൽ പറയുന്നുണ്ട്. ഖുർആന്റെ മുഅ്ജിസാത്ത് പറയുമ്പോൾ അതിൽ പറയുവാണ് എന്താണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മരങ്ങളും മുറിച്ച് പേനകളാക്കിയാലും കടലിലെ മുഴുവനും വെള്ളം മഷിയാക്കിയാലും നിങ്ങൾക്ക് ഖുർആന്റെ വ്യാഖ്യാനം എഴുതാൻ കഴിയുകയില്ല. നഫ്ദൽ ബഹറു ഖബല തൻഫദ കലിമാത്തു റബ്ബി, അള്ളാഹുവിൻ്റെ ഈ വചനത്തിന് വ്യാഖ്യാനം എഴുതുന്നതിന് മുമ്പ് അതൊക്കെ തീർന്നു പോകും. അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഖുർആനിൽ എന്ത് പറയുന്നുണ്ട്, പേനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇൽമ്, അറിവിന് പറയുന്ന അറബിയിൽ പറയുന്ന പേരാണ് ഇൽമ് എന്ന്, അതും മനസ്സിലാക്കി വെക്കണം. ഇൽമ് 3 അക്ഷരമാണ്. ഈ ഇൽമിൻ്റെ പ്രത്യേകത എന്താണ്? ആ 3 അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താ അറിയും? അത് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ 83-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലീൻ കിതാബും മർഖൂം. ആദ്യം മനസ്സിലായി. അപ്പോൾ പേന മനസ്സിലായി. ഇനി ഇൽമ് 3 അക്ഷരങ്ങൾ, ഐനി ലാമു മീമ്. ഈ ഐന് ഇല്ലീനിലുള്ള ഐനാണ്. ഇല്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂഹിനെ, ആത്മാവിനെ സൂക്ഷിക്കുന്ന രേഖ, റെക്കോർഡാക്കി വെക്കുന്ന ഒരു രേഖയാണ് ഇല്ലീനും സിജ്ജീനും. ഇല്ലീൻ എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ റൂഹിനെ സൂക്ഷിക്കുന്ന ഒരു ആപ്പാണെന്ന് പറയാം ഇന്നത്തെ ഭാഷയിൽ. അതിലാണ് ഇല്ലി സൂക്ഷിക്കുക. സത്യനിഷേധികളാവട്ടെ സിജ്ജീനിലായിരിക്കും. ഇങ്ങനെ 2 റെക്കോർഡുകൾ. ഉമാതിറാക്കമായ ഇല്ലിയൻ കിതാബും മർഖൂം, എഴുതി സൂക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഇല്ലിയൻ. ആ ഇല്ലിയിലെ ആയത്തെ അക്ഷരമാണ് ഐന്. അതാണ് ഇൽമിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സജ്ജനങ്ങൾ, ഇൽമുള്ളവൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ അവൻ്റെ റൂഹ് ഇല്ലിയിലായിരിക്കും. അവൻ്റെ ആത്മാവിനെ റെക്കോർഡ് ചെയ്യുക കിതാബും മർഖൂം ഇല്ലിയിലായിരിക്കും കേട്ടോ. മറ്റേത് സിജ്ജീനാവും. പിന്നെ 2 അക്ഷരം കൂടി ഉണ്ട്. 1 ലാമാണ്, 3 മീമാണ്. അതും കൂടി പറഞ്ഞ് കേൾപ്പിച്ചാൽ. ലാമ്
പിന്നെ ഇല്ലീൻ ലാമിനെ കുറിച്ച് ഇല്ലീ എന്നാണ്, രണ്ടക്ഷരങ്ങളുണ്ട്. അത് ലത്തീഫ് എന്നാണ് പറയുന്നത്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത്, വിനയം. ഇൽമുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? വിനയം ഉണ്ടാവും. പിന്നെ അവസാനം മീമ് പറയുന്നു. ആ മീമിന് പല അർത്ഥങ്ങളുമുണ്ട്. മുൽക്ക് എന്നൊരർത്ഥം കേട്ടോ, അധികാരം. അറിവുള്ളവൻ അധികാരം തേടിയെത്തും. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു സുലൈമാൻ നബി സ്വലാത്തു വസ്സലാമോട് ചോദിച്ചു, ഖാല ഖയ്യറ സുലൈമാൻ ബയ്യനൽ ഇൽമ വൽ മുൽക വൽ മാല. സുലൈമാൻ നബി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു. എന്താ ചോദിച്ചത്? ഖയ്യറ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ, ഏതഷ്ടല്ലേ തിരഞ്ഞെടുക്കുക? ഏത്? ഇൽമു വേണോ, മാല് സമ്പത്ത് വേണോ, മുൽക്ക് അധികാരം വേണോ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല ചോദിച്ചു. അപ്പോൾ ഇഖ്താറ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുത്തതിനാലും അൽ ഇൽമു മതി എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇൽമ് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണ്? എല്ലാവരും മനസ്സിലാക്കി വെക്കട്ടോ. എന്താണ് നിങ്ങൾ ഇൽമു തിരഞ്ഞെടുക്കാനുള്ള കാര്യം? 3 ഓപ്ഷൻ കേട്ടോ: അറിവ്, സമ്പത്ത്, അധികാരം, മുൽക്ക്. സുലൈമാൻ നബി പറഞ്ഞു, എനിക്ക് ഇൽമു മതി. അല്ലാഹു തആല ഇൽമു കൊടുത്തു അങ്ങോട്ട്. എല്ലാ പക്ഷികളുടെയും സകലവിധ എല്ലാവർക്കും നമ്മൾ പ്രവേശിക്കണം, സമയം കൊണ്ട് നിർത്തുക. ആ ഇൽമ് കൊടുത്തു. ഇൽമുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാവും? സമ്പത്തുണ്ടാവും. ഇൽമുണ്ടെങ്കിൽ അധികാരമുണ്ടാവും. അപ്പോൾ ഈ 3ഉം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇൽമ് ആവശ്യമാണ്. അതാണിപ്പോൾ വിദ്യാലയങ്ങളൊക്കെ തുറക്കാൻ പോകുമ്പോൾ കുട്ടികളെ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതും കൂടി പുണ്യമാണ് കേട്ടോ. ഖുർആൻ പഠിച്ചാൻ വേണ്ടി നമ്മുടെ മക്കളെ തയ്യാറാക്കി വിദ്യാലയത്തിലേക്ക് ഉമ്മമാർ പറഞ്ഞയക്കുന്നു, വാപ്പമാർ സഹായിക്കുന്നു. അതൊക്കെ സൽക്കർമ്മമാണ്. നല്ല നിയ്യത്ത് വേണം. എൻ്റെ കുട്ടി പഠിച്ച് നന്നാവണം. ഇൽമ് ഭൗതികം മാത്രം പോരാ, ആത്മീയ വിദ്യയാണ് മുൻഗണന കൊടുക്കേണ്ടത്. 2 വിദ്യാഭ്യാസവും സമുന്നയിച്ച് കൊണ്ടുപോകേണ്ടുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇൽമു കൊണ്ട് വളരെ ഉയരാൻ കഴിയും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടാലും 3 കാര്യങ്ങൾ, ഇതാ മാത്തൽ ഇൻസാൻ യൻഖത്തു അമലഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടാലും 3 എണ്ണം കിട്ടും. അതിൽപ്പെട്ടത് ഒന്നാണ് ഇൽമ്. നമ്മൾ പഠിച്ച അറിവ് കബറിൽ നമുക്ക് കൂട്ടുണ്ടാവും, മനസ്സിൽ ചെല്ലുമ്പോഴുണ്ടാവും, എല്ലാം നമ്മളെ കൂട്ടത്തിലുണ്ടാവും. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഇൽമ് പഠിപ്പിച്ചാൽ സദഖത്തുൻ ജാരിയ വ ഇൽമുൻ യുന്തഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ, ആ കുട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലവും നമുക്ക് കിട്ടും. അപ്പോൾ വിജ്ഞാനത്തിന് വളരെയധികം മുൻതൂക്കം നൽകണം, പഠിക്കണം, അറിവ് ഉണ്ടാവണം. പരിശുദ്ധ ഖുർആനിൽ മുസ്ലിം തങ്ങളോട് പറഞ്ഞു, എന്ത്? ഖുൽ റബ്ബി സിദ്നി ഇൽമ, നബിയെ നിങ്ങൾ പറയുക, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് വിജ്ഞാനം അള്ളാഹുവെ അധികരിപ്പിച്ച് തരണേ എന്ന് നമ്മൾ പറയണം. നമ്മൾ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഈ ഇതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതൊരു സൽക്കർമ്മമാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് ഫലങ്ങൾ ചെയ്യും, മാതാപിതാക്കൾക്കും കിട്ടും. റബ്ബിർഹമ്മുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹു എനിക്ക് ഇൽമു തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, എൻ്റെ മക്കളെ നന്നാകാൻ. ചുരുക്കം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അറിവുണ്ടാവാനും പ്രാർത്ഥിക്കുക. അതൊക്കെ നന്മയുണ്ട്. മൻ യുരിദുല്ലാഹു ബി ഖൈറ, അള്ളാഹു ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ, ഹൈർ തരാൻ ഉദ്ദേശിച്ചാൽ, യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവന് അറിവ് കൊടുക്കും, അഗാധമായ ജ്ഞാനുണ്ടാവും. അതുകൊണ്ട് നന്നാവാം. അതല്ല സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ഇൽമു മതി. ആ ഇൽമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാം തന്നെ എനിക്ക് തിരഞ്ഞെടുക്കാൻ കിട്ടും, എനിക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. മുസ്ലിം തങ്ങൾ പറഞ്ഞു, തലബൽ ഇൽമു ഫദീലത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ വ മുസ്ലിമത്തിൻ. വിജ്ഞാനം പഠിക്കൽ, നമസ്കരിക്കൽ നിർബന്ധമാണോ? നോമ്പ് നോൽക്കൽ നിർബന്ധമാണോ?
അതേപോലെ ഫരീദത്ത് എന്നാണ് പറഞ്ഞത്, ഫറളാണ്. അറിവ് പഠിക്കലും പഠിപ്പിക്കലുമൊക്കെ ഫറളായ കാര്യമാണ്. വിജ്ഞാനം പഠിക്കണമെന്ന് പറയുന്നു. ഒരായത്തോട് വിട്ട് കേട്ടോ, എന്താ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. നബിയേ പറയുക, വിവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യമല്ല. ഏത് മേഖലയിൽ ചെന്നാലും വിവരമുള്ളവരും വിവരമില്ലാത്തവരും എന്തല്ല, തുല്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? വിവരമുണ്ടാക്കാൻ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിന് പ്രാധാന്യം പറഞ്ഞാൽ കേട്ടോ. സുലാസിൽ മാത്രം ഹദീസ് അബാദറിനെ വിളിച്ച് പറയാണ്, പലരും പല ക്ലാസ്സുകളിലും പങ്കെടുക്കാതെ ഇരിക്കുന്നവരും നമുക്കൊന്നും ഒരു അറിവില്ല. കണ്ടോ, നിങ്ങൾ രാവിലെ പുറപ്പെടുക, കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുക, വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുക, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി സാമ്പത്തികമായി ചെലവഴിക്കുക. മക്ക അറിവിന് നമുക്കും പഠിക്കാം. ഉത്തുലുബുൽ ഇൽമ മിനൽ മഹദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ കട്ടില വരെ വിജ്ഞാനം പഠിക്കണം. ജനനം മുതൽ മരണം വരെ വിജ്ഞാനം. ഈ സമയമില്ല കേട്ടോ. എന്താ പറഞ്ഞത്? നിങ്ങൾ രാവിലെ അല്ലമ ആയത്തും മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നൊരു ആയത്ത് പഠിക്കാൻ വേണ്ടി രാവിലെ പുറപ്പെട്ടു പോകുന്നു. അത് രാവിലെ ഇരുന്ന് പഠിക്കുന്നു. ആയത്തും മിൻ കിതാബില്ല. ഖൈറുല്ലക മിൻ തുസല്ലി മിഅത്ത റക്അത്തിൻ, 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ് ഒരു ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് ഓതാൻ പഠിക്കലും അതിൻ്റെ അർത്ഥം പഠിക്കലും അത് പഠിപ്പിക്കലും അതിനുവേണ്ടി സഹകരിക്കലും കേട്ടോ. പിന്നെ പറഞ്ഞ എന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞ വൽ ആന ബാബം മിനൽ ഇൽമി എന്നാട്ടെ. ആദ്യം ഖുർആൻ എന്നാ പറഞ്ഞത്, പിന്നെ ബാബം മിനൽ ഇൽമി, അതാണ് വിജ്ഞാനത്തിൻ്റെ അധ്യായങ്ങളിൽ നിന്ന് ഒരു അധ്യായം. അതായത് എല്ലാ വിജ്ഞാനത്തിൻ്റെ അർത്ഥം. ഒരുപാട് വിജ്ഞാനത്തിൻ്റെ കലവറയാണ് നമ്മളെ ചുറ്റുപാടുള്ളത്. ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ, അതൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അമലബിഹി, അത് പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്താൽ അവലം യഅമൽ ഖൈറൻ മിൻ തുസല്ലി അൽഫ റക്അത്തിൻ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലി. ഒരു ദിവസം നമ്മൾ പരമാവധി എത്ര സുന്നത്ത് നിസ്കരിക്കും? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? 18 റക്അത്തേ വരുള്ളൂ. എണ്ണി നോക്കിയാൽ അറിയാം. അങ്ങനത്തെ 100 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച കൂലി കിട്ടും. എന്തിന്? ഇൽമ് പഠിക്കാനും പഠിപ്പിക്കുവാനും തയ്യാറായാൽ. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ. ഒരു കാലത്ത് നമ്മുടെ ഈ സമുദായം അക്ഷരജ്ഞാനമില്ലാതെ എഴുത്തും വായനയുമില്ലാതെ മദ്രസയിലേക്ക് പോകാതെ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വളർന്നു, ഇനിയും കുറെ വളരാനുണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാവണം. അവ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവണം. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പം നമ്മൾ പണ്ഡിതനാവാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ആലിമാവുക, അല്ലെങ്കിൽ എന്താവണം? മുതഅല്ലിമൻ, വിദ്യാർത്ഥിയാവണം. അതിനും കഴിഞ്ഞില്ലെങ്കിലോ അവ മുസ്തമിയൻ, വിജ്ഞാനം കേൾക്കുന്നവനാവണം. 3 ചോയ്സായി: ആലിമ്, മുതഅല്ലിമ്, മുസ്തമിയ്. 4മത്തതോ അവ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഇത് രണ്ടിനും കഴിയാത്ത ആളാണെങ്കിൽ വിജ്ഞാനം പഠിപ്പിക്കുന്നവരെയും അറിവുള്ളവരെയും അറിവ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെയും നീ ഇഷ്ടപ്പെടുന്നവനാവണം. വലാ തകൂനു ഹാമിസ, 5മത്തെ ഒരാൾ നമ്മളാവാൻ പാടില്ല. ഒന്നിനെ ആവർത്തിച്ച് പറയുന്നു: കുൻ ആലിമൻ, പണ്ഡിതനാവുക, അല്ലെങ്കിൽ ഔ മുതഅല്ലിമൻ, വിജ്ഞാനം പഠിക്കുന്നവനാവുക. അതിനും കഴിവില്ലെങ്കിൽ ഔ മുസ്തമിയൻ, വിജ്ഞാനം കേൾക്കുന്നവനാവുക. അതിനും കഴിവില്ലാത്തവനാണെങ്കിൽ ഔ മുഹിബ്ബൻ, എല്ലാം ഇഷ്ടപ്പെടുന്നവൻ ആവുക. വിജ്ഞാനമുള്ളവർക്ക് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ ദാസന്മാരിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരായിരിക്കും? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ,
പണ്ഡിതന്മാർ, അറിവുള്ളവർ മാത്രമേ അള്ളാഹുവിനെ എന്ത് ചെയ്യുള്ളൂ? ഇഷ്ടപ്പെടുകയുള്ളൂ, അള്ളാഹുവിനെ ഭയപ്പെടുകയുള്ളൂ. അറിവുള്ളവർക്ക് മാത്രമേ ഭയമുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അറിവുള്ളവർ ഉണ്ടാവണം, അറിവ് നമ്മൾ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് കൂടി ആവർത്തിക്കുന്നു. എന്ത്? ഉത്തുലുബുൽ ഇൽമ, വിജ്ഞാനം പഠിക്കണം. മിനൽ മഹദ് എന്ന തൊട്ടിൽ നടത്തം കേട്ടോ. ഉമ്മാന്റെ മടിത്തൊട്ടി ആട്ടും തൊട്ടിൽ. ഈ ലഹദ് എന്ന കട്ടില, മയത്തും കട്ടില. ജനനം മുതൽ മരണം വരെ നമ്മൾ വിജ്ഞാനം പഠിക്കണം. മൻ സലക്ക ത്വരീകൻ, ഒരാൾ വിജ്ഞാനം പഠിക്കാൻ ഇറങ്ങി തിരിച്ചാൽ, യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമു നേടാൻ പോയാൽ, സഖറല്ലാഹു ലഹു തരീക മിനൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി തുറന്ന് കൊടുക്കും, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. മൻ ഖറജ ഫീ തലബിൽ ഇൽമി കാന ഫീ സബീലില്ലാഹ് ഹത്താ യർജിഅ, അവൻ മടങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് ചോദിച്ചു, സഅൽതു ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അൻ അസ്ഹാബിൽ ഇൽമി, പണ്ഡിതന്മാരെ കുറിച്ച്, വിജ്ഞാനം പഠിക്കുന്നവരെ കുറിച്ച് ചോദിച്ചു. ഹും സുർജും ഉമ്മത്തിക ഫി ദുനിയാ വൽ ആഖിറ, അവർ ഈ ലോകത്തും പരലോകത്തുമുള്ള വിളക്കുകളാണ്. മൈക്കിൾ എച്ച് ഹാർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഗ്രന്ഥം എഴുതി. 101 മഹാന്മാരിൽ ആദ്യം എഴുതിയത് പ്രവാചകന്റെ ചരിത്രമാണ്. അതിൽ പറയുന്നുണ്ട്, മുഹമ്മദ് വിജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമാണ്, പ്രകാശഗോപുരമാണ്. അപ്പോൾ ആ പണ്ഡിതന്മാർ, വിജ്ഞാനമുള്ളവർ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറഞ്ഞു കൊടുക്കണം, അവർ സുർജും ഫി ദുനിയാ വൽ ആഖിറ. അതുകൊണ്ട് തൂബ, തൂബ എന്ന് പറഞ്ഞ മർഹബ, വെൽക്കം, സ്വാഗതം. ആർക്ക്? ലിമൻ അറഫഹും, പഠിക്കുന്നവർക്ക്, വിജ്ഞാനമുള്ളവർക്ക് സ്വാഗതം. വൽ വൈലൻ, നാശമാണ് ആർക്ക്? ലിമൻ അൻകറവാബ്, അതാ വിജ്ഞാനം പഠിക്കാതെ നടക്കുന്നവർക്കും അതിനോട് വെറുപ്പ് പ്രയോഗിച്ച് നടക്കുന്നവർക്കും എന്താണ്? നാശമാണ്. അപ്പോൾ നമ്മൾക്ക് വിജ്ഞാനം പഠിക്കണം, പഠിപ്പിക്കണം. സാഹിത്യകാരന്മാരൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, അറിവില്ലാത്തവൻ ഇവിടെ ജീവിക്കുന്നത് മരിച്ച ഒരു മനുഷ്യൻ്റെ ശവം, ഡെഡ് ബോഡി ഇവിടെ വെക്കുന്നത് പോലെയാണെന്ന്. അറിവില്ലാത്തവൻ്റെ ജീവിതം. പരിശുദ്ധ ഹദീസുകളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. അൽ ഇൽമു, അൽ ഇൽമു, ഒരു കവി പറയാണ്, അൽ ഇൽമു യുഹ്യാ ഉനാസും ഫീ ഖുബൂരിഹിം, മരിച്ചവൻ കവറിൽ കൊണ്ടുപോയി വെച്ചാലും അവൻ്റെ വിജ്ഞാനം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹയാത്ത് നൽകുന്നുണ്ട്. കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും ലൈവായിരിക്കും ഈ ഇൽമുള്ളവൻ. വൽ ജഹിലു യുഹ്ലികു അഹ്യാബി അമ്മാത്തിൻ, ജഹിലാവട്ടെ ജീവിച്ചിരിക്കുന്നവരെ അജ്ഞതന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതം മുഴുവനും പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒഴിഞ്ഞു വെക്കണം, പഠിക്കണം, പഠിക്കണം. അബൂ ഹനീഫ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര പഠിച്ചു? ഞാൻ എപ്പോഴാ പഠിക്കും? അത്ലുബുൽ ഇൽമ ഇലാ അൻ അദ്ഖലൽ ഖബർ, ഖബറിലേക്ക് മരിക്കുന്നത് വരെ ഞാൻ പഠിക്കും. അങ്ങനെ പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹു 7 വയസ്സായപ്പോഴേക്കും ഖുർആൻ മനഃപ്പാഠമാക്കി, കുറേ ഹദീസുകളോട് ധരിച്ചു, ഒരുപാട് ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്തു. ഇതൊക്കെ നമ്മൾക്ക് മാതൃകയായിരിക്കേണ്ട രീതികളാണ്. അതുകൊണ്ട് കുട്ടികളോട് പറയുന്ന ഒരു ഹദീസ് പറഞ്ഞു നിർത്താം. അഹീലൻ തനാലുൽ ഇൽമ ഇല്ലാ ബിസബഅത്തിൻ സഉനബ്ബിയുകൻ തഫ്സീൽ ബയാനി പറഞ്ഞു നിർത്തട്ടോ. അഹി സഹോദര, അനക്ക് ഞാൻ വിജ്ഞാനം പഠിക്കാൻ ആവശ്യമായ 7 കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിനക്ക് ഉണ്ടായിരിക്കണം. ഒന്ന് എന്താണ്? സക്കാൽ, ബുദ്ധി ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. 2 ഹിർസ്, താല്പര്യമുണ്ടായിരിക്കണം. 3 ഇജ്തിഹാദ്, പരിശ്രമിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. 4 ഇസ്തിബാർ, ക്ഷമ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്താ? ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ബുദ്ധി ചിലർക്ക് മന്ന ബുദ്ധി ആയിരിക്കും, എന്നാലും അത് വികസിച്ചെടുക്കാം. 2 പഠിക്കാനുള്ള താല്പര്യം വേണം. മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം പഠിക്കാൻ പോയത്. 3 ക്ഷമ ഉണ്ടായിരിക്കണം, പരിശ്രമിക്കാനുള്ള ബോധം ഉണ്ടായിരിക്കണം. 5 പറഞ്ഞെന്താണ്? ബുൽഅത്ത്, കുടുംബ സാഹചര്യം. ഈ 4 കാര്യങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കേണ്ടതാണ്. 5 കാര്യം, മാതാപിതാക്കൾ കുടുംബ സാഹചര്യം നല്ല
അന്തരീക്ഷം ഉണ്ടായിരിക്കുക, കുട്ടികളെ പഠിക്കാനും സൗകര്യം ഉണ്ടായി കൊടുക്കുക, അവിടെ വഴക്കും വക്കാനും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി. ആറാമത്തേതാണ് അൽ ഉസ്താദിയത്തു, അധ്യാപകരുടെ സേവനം ആറാമത്തെ കാര്യമാണ്. ഏഴാമത്തത് തൂല സമാൻ, പീരിയഡ്, സമയം, ടൈമ്, ഇത്ര കൊല്ലം കൊണ്ട് എന്നെ പഠിക്കുക. അത് രാജ്യത്തുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുക, രക്ഷിതാക്കൾ പഠിക്കുക, വിജ്ഞാനമുള്ളവരായിരിക്കുക. എപ്പോഴും നമ്മൾ വിജ്ഞാനത്തിന് വേണ്ടി നമ്മളതിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ച നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാന റബ്ബെ, ഞങ്ങളെ എല്ലാ പാവങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. പാപികളായ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയുള്ള പാവങ്ങൾ ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബെ. മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ മാതാപിതാക്കൾക്കും നീ അത്തരത്തിലുള്ള പാവമോചനം നൽകണേ തമ്പുരാനെ. റഹ്മാന റബ്ബെ, എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബെ, മാരക രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ മക്കളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. മഹാവ്യാധി രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. രോഗങ്ങൾ തമ്മിൽ ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ. റഹ്മാൻ റബ്ബെ, അപകട മരണങ്ങൾ, വാഹന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ നീ കാത്തു രക്ഷിക്കണം റബ്ബെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം യാത്രയിലാണ് റബ്ബെ. എത്ര ദൈനംദിന അപകടങ്ങളെ തൊട്ട് ഞങ്ങൾ കാൽക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഉപജീവന മാർഗത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്തോ ആവട്ടെ, ഹലാലായ മാർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വിഷയത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ റബ്ബെ. കടങ്ങളുള്ളവർക്ക് കടം വീഴുവാനുള്ള മാർഗം കാണിച്ചു ചെയ്യണേ റബ്ബെ. കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും ജോലിയിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബെ, ഉപദ്രവിക്കുന്ന മക്കളാക്കരുതേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين واهلك كفرة والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.